യൂത്ത് കോൺഗ്രസിലെ പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമാകുകയാണ്. ഐ ഗ്രൂപ്പിനാണ് കടുത്ത അമർഷമുള്ളത്. അബിനു വേണ്ടി ശക്തമായി രംഗത്തിറങ്ങിയ ചെന്നിത്തലയെയും ഗ്രൂപ്പിൻ്റെ താൽപ്പര്യത്തെയും ഒരു വിലയും കൊടുക്കാതെ തള്ളിക്കളഞ്ഞ നേതൃത്വത്തിൻ്റെ നടപടിയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ അമർഷം പുകയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിനെ ദേശീയ സെക്രട്ടറി ആക്കിയത് കേരള രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനാണെന്ന് ഐ ഗ്രൂപ്പ് പറയുന്നു. ഇതിന് പിന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെന്നും ഗ്രൂപ്പ് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ ഗ്രൂപ്പ് നേതൃത്വം ഹൈക്കമാൻഡിന് പരാതി നൽകിയത്. അതിനിടെ മൂവാറ്റുപുഴയിൽ നിന്നും ആരംഭിക്കുന്ന കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ റാലിയിലേക്ക് മുമ്പ് ചെന്നിത്തലയുടെ പടയൊരുക്കം മോഡലിൽ അബിൻ എത്തിയതും പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പകരക്കാരനാവാൻ അബിനും ഗ്രൂപ്പ് നേതൃത്വവും നടത്തിയ ശ്രമങ്ങൾ അതിര് കടന്നുപോയി എന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. രാഹുലിനെതിരായ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ഐ ഗ്രൂപ്പും അബിനും ഉണ്ടെന്നാണ് രാഹുൽ ഷാഫി പക്ഷക്കാർ പറയുന്നത്. അതിനു പുറമെ ഇപ്പോൾ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത OJ ജനീഷിനെ മോശക്കാരനാക്കുന്ന തരത്തിൽ തൃശ്ശൂരിലെ ഒരു DCC അംഗം നൽകിയ പരാതി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതും ഐ ഗ്രൂപ്പിലെ ചിലരാണെന്ന് നേതൃത്വത്തിന് സംശയമുണ്ട്. അബിൻ ഇത്തവണയും അധ്യക്ഷ സ്ഥാനത്ത് എത്താത്തതിന് പിന്നാലെ പല കാരണങ്ങളിലൊന്ന് ഇതാണെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം അബിൻ തൻ്റെ അതൃപ്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചെങ്കിലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും അത് മുഖവിലക്കെടുക്കാൻ തയ്യാറായതുമില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് അബിന് ലഭിക്കേണ്ടിയിരുന്ന നിയമസഭാ സീറ്റ് വെട്ടാനാണെന്നും ഐ ഗ്രൂപ്പ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കുന്ന പാർട്ടി പുനഃസംഘടനയിൽ നിലപാട് കടുപ്പിക്കാനാണ് ഗ്രൂപ്പിൻ്റെ തീരുമാനം. അതേസമയം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. അബിൻ വർക്കിയെ അവഗണിച്ച് ജനീഷിനെ പരിഗണിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടാണ് ചെന്നിത്തല മുഖം തിരിച്ചത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിച്ചതിൽ അബിൻ വർക്കിയെ ഒതുക്കി എന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെന്നിത്തല മറുപടി പറഞ്ഞില്ല. അതൊക്കെ ചാണ്ടി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മനെ ഉത്തരം പറയാൻ ഏൽപ്പിച്ചാണ് ചെന്നിത്തല രക്ഷപ്പെട്ടത്. അബിൻ വർക്കി അർഹതയുള്ള വ്യക്തിയാണെന്നും വിഷമമുണ്ടായി എന്നതിൽ സംശയമില്ലെന്നും ചാണ്ടി ഉമ്മനും പറഞ്ഞു. അബിൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ളൊരു നേതാവാണ്, പരിഗണിക്കേണ്ട ആളാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ പാർട്ടിയുടെ തീരുമാനം ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും സ്വീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി ലഭിച്ചില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പരാതി. 48 അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളാക്കി അബിൻ വർക്കിയെ അപമാനിക്കുകയും നാടുകടത്തുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഐ ഗ്രൂപ്പ് ഇതിനകം പരാതി നൽകിക്കഴിഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോകാനില്ലെന്നാണ് എ ഗ്രൂപ്പുകാരും പറയുന്നത്. ചെന്നിത്തലയെയും VD സതീശനെയും ഒതുക്കി KC വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായും പിടിച്ചെടുത്തതാണ് ഇരു ഗ്രൂപ്പുകളുടെയും പ്രധാന പ്രശ്നം. അതിനിടെ ചാണ്ടി ഉമ്മനും തൻ്റെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയുമെന്നും ചാണ്ടി ഉമ്മൻ കോട്ടയത്ത് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ നീക്കിയതാണ് ഈ അതൃപ്തിക്ക് കാരണം. എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ ആ സ്ഥാനത്ത് നിന്നും നീക്കി. എനിക്ക് വളരെയേറെ മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യമാണത്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് അവർ പുറത്താക്കിയത്. എന്താണ് പുറത്താക്കിയതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു ദിവസം പറയും. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഈ പ്രവർത്തനങ്ങളും ഭരണവും ഒന്നുമില്ലെങ്കിലും തമ്മിലടിക്ക് ഒരു കുറവുമില്ലാത്ത സ്ഥലമാണ് കോൺഗ്രസ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും അത് ഏറ്റെടുക്കുകയാണ്. മൂക്കാതെ പഴുത്ത ചില ഉന്നത സ്ഥാനങ്ങളിലെത്തിയതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്നാണ് യൂത്ത് കോൺഗ്രസിലെ വിഷയങ്ങളെപ്പറ്റി ഒരു മുതിർന്ന നേതാവ് പറയുന്നത്. അവരവർ അർഹിക്കാത്ത സ്ഥാനം പാർട്ടി ചിലർക്ക് നൽകുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമെന്നും രാഷ്ട്രീയ കാര്യസമിതി അംഗം കൂടിയായ അദ്ദേഹം പറയുന്നുണ്ട്.